ഹലോ CUT ആസ്പിരൻസ്. സോ നമ്മളെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് പേര് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവാം. നമുക്കറിയാം മെയ് 31 വരെയാണ് നമ്മൾ CUT എക്സാം. സോ തികച്ചും അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ നമുക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി എക്സാം എഴുതാൻ പോകുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ എക്സാമിനേഷന് ചോദിക്കൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടേണ്ട ഒരു സമയമാണ്. ആ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ കയറി ചെന്നിട്ട് ഓരോ ക്വസ്റ്റ്യനിലൂടെയും നിങ്ങളൊരു 2-3 തവണ നിങ്ങൾ ചെല്ലണം. നമുക്കറിയാം 60 മിനിറ്റ്, 1 മണിക്കൂറാണ് എക്സാമിനേഷൻ്റെ സമയം. 50 ചോദ്യമാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ കാണാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ അതായത് കാണാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവുക എന്നുള്ളത് സാധ്യത കുറവാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. നമ്മൾ +2 അല്ലടാ നമ്മളെ സിലബസ് വരുന്നത്. സോ നിങ്ങൾക്കറിയാവുന്ന ആ ബോർഡ് എക്സാം ലെവലിൽ അതിൽ MCQ പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചോദ്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ റിവിഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ മക്കളായിരിക്കും. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുന്നേ 1 മണിക്കൂർ നിങ്ങളൊന്ന് ഫ്രീ ആവണം. കാരണം ബ്രെയിൻ ഫോഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ചൂടുള്ള സമയമാണ്, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം അടിപൊളിയാവും. ഇനി എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളുണ്ടാവാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും മിസ്റ്റേക്സ് ആ എക്സാമിനേഷൻ ഹാൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മിസ്റ്റേക്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ എത്ര സ്കോറാണ് നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാമിനേഷൻ്റെ ശേഷം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളവിടെ നെഗറ്റീവ് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓൾവേസ് ബി പോസിറ്റീവ് എന്നാണ് പറയുക. എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഞാൻ അവിടെ വരുത്തിയിട്ടുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. എത്രയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, കഴിഞ്ഞ വർഷം എത്ര സ്കോറിന് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ ഇനി എക്സാമിനേഷന് പോകുന്ന മക്കളോട് ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരു പുതിയ ടോപ്പിക്സും ഒരു പുതുതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കരുത്. ഓൾറെഡി ഇനി 80% നിങ്ങൾ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. ആ കാര്യം കൂടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. കാരണം പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോയാൽ അത് റിവിഷനുള്ളൊരു സമയം നമുക്ക് ലഭിക്കണം എന്നില്ല. സോ എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് പാടാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.